ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന്, അതായത് ഞായറാഴ്ചയല്ല, അപ്പം കുറച്ച് അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആസ്പിറൻസിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ചില ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്, ചില ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ചെയ്യാൻ നേരം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഒരുപക്ഷേ ഇനി അടുത്ത 2 വർഷങ്ങളിൽ, ഇപ്പോൾ വെൻഡർ ചേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അറിയത്തില്ലെങ്കിലും ഒരുപക്ഷേ ഇത് ഇനിയും സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസിലൊന്ന് ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട്, അതായത് ടഫായിട്ടുള്ള ഒരു ഷിഫ്റ്റിൽ ഇപ്പോൾ അത്യാവശ്യം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അല്ലെങ്കിൽ ഇതുപോലെ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണും. അപ്പോൾ അതിൽ നമ്മൾ പുതിയ മെത്തേഡ്സും അതോടൊപ്പം പുതിയ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്, അത് എങ്ങനെയാണ് ചെയ്യുന്നതിന് കുറച്ച് വെറൈറ്റി മെത്തേഡ്സും കാണും. അത് പഠിച്ചു വെച്ചേക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു സെഷൻ ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത്, ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതി നിങ്ങളൊരു ബുക്കിൽ ആ മെത്തേഡും നിങ്ങൾക്ക് പിന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും വരികയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് കുറവായിരിക്കും. അതിൽ നിങ്ങൾക്ക് ചേരാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഓരോ എക്സാമിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 10% അല്ലെ 16% അറ്റംപ്റ്റ് ചെയ്തവരെ ആൻസർ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്ലസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ട്രിക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണ് എങ്കിലും പലരും ഈ രീതിയിലാണോ ചെയ്യുന്നതെന്ന് നോക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡാണ് ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. നോക്കിക്കേ, സെല്ലിംഗ് പ്രൈസ് അതിൻ്റെ റേഷ്യോ എത്ര? ഇനിഷ്യലും ഫൈനലും. ആദ്യം 1 ആയിരുന്നെങ്കിൽ പിന്നെ അത് 5 ഇരട്ടിയായി എന്നല്ല പറയുന്നത്. അപ്പം സെല്ലിംഗ് പ്രൈസ് 1:5 അതിൻ്റെ റേഷ്യോ, ഇനിഷ്യൽ ഈസ്റ്റ് ഫൈനൽ. ഇനി പ്രോഫിറ്റ് നോക്കിക്കേ, പ്രോഫിറ്റ് എനിക്ക് ആദ്യം ലെറ്റ് മൈ പ്രോഫിറ്റ് ബി 100. ആദ്യം എൻ്റെ പ്രോഫിറ്റ് 100 ആണെന്ന് വെച്ചോ. അതെത്ര കൂടി? 700% കൂടി. 700% ആയി എന്നല്ല, 700% കൂടി എന്നാ. ഇൻക്രീസസ് ബൈ എന്നാ, ഇൻക്രീസ്ഡ് ടു എന്നല്ല. ഓക്കെ, ഇൻക്രീസ്ഡ് ടു എന്നാണെങ്കിൽ 700% ആയി എന്ന് പറയാം. ഇൻക്രീസ്ഡ് ബൈ, ഇൻക്രീസസ് ബൈ എന്ന് പറഞ്ഞാൽ 700% കൂടി എന്നർത്ഥം. അപ്പോൾ 100ൻ്റെ 700% എത്ര? 700. അത് കൂടി ഇപ്പം എത്ര ആയി? 800 ആയി. അപ്പോൾ ആദ്യം 100 ആയിരുന്നു പ്രോഫിറ്റ് എങ്കിൽ ഇപ്പോൾ 800 ആണ്. അപ്പോൾ റേഷ്യോ എങ്ങനെ എടുക്കും? 1:8. ക്ലിയർ അല്ലേ? ഇപ്പോൾ റേഷ്യോ 1:8. ഇനി നോക്കിയേ, സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് എന്താ വരണ്ടേ? സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലേ വരണ്ടേ? അപ്പം ഇവിടെ കുറയ്ക്കുമ്പോൾ 0 വരും, ഇവിടെ കുറയ്ക്കുമ്പോൾ 8 - 5, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ല 3. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കോസ്റ്റ് പ്രൈസ് ഒന്നല്ലേ ഉള്ളൂ, അതായത് ഒറ്റ പ്രോഡക്റ്റിനെ പറ്റിയല്ല പറയുന്നത്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് മാറിയെന്ന് പറയുന്നില്ല. അപ്പം സെല്ലിംഗ് പ്രൈസ് 2 കേസിലും പ്രോഫിറ്റ് 2 കേസിലും തമ്മിലുള്ള ഡിഫറൻസ് കോസ്റ്റ് പ്രൈസ് ഒന്നേ ഉള്ളൂ. അതിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഇവിടുത്തെ രണ്ടിൻ്റെ ഡിഫറൻസ് സെയിം അല്ലല്ലോ. അപ്പോൾ സെയിം ആക്കാനായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര? 8 1 തമ്മിലുള്ള വ്യത്യാസം 7 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. 5 1 തമ്മിലുള്ള വ്യത്യാസം 4 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര വരും? 4:32. ഇതെത്ര വരും? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7:35. ഇനി നോക്കിക്കേ 7ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 3. 35ഉം 32ഉം തമ്മിലുള്ള വ്യത്യാസം 3. അതായത് ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം അല്ല. അതായത് കോസ്റ്റ് പ്രൈസിനെ കാണിക്കുന്നതാണ് ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. അത് രണ്ടിടത്തും സെയിം വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നോക്കിയാൽ എനിക്ക് ആദ്യത്തെ കേസിലെ പ്രോഫിറ്റ് എത്ര? 4 യൂണിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൽ എത്ര പ്രോഫിറ്റ് കിട്ടി, എത്ര മുടക്കിയ പൈസ വെച്ച് നോക്കുമ്പോൾ എത്ര രൂപ എനിക്ക് ലാഭം കിട്ടി എന്നുള്ളതല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എത്ര? ആദ്യത്തെ കേസിൽ 4. കേസിൽ എനിക്ക് കോസ്റ്റ് പ്രൈസ് എത്ര? 3 യൂണിറ്റ്. അപ്പം 4/3 × 100. അത് ചെയ്യാൻ നിൽക്കില്ല. 4/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ്റെ വാല്യൂ എത്ര? 133.33% ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല ഈ സംഭവം വെച്ചിട്ട്. ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയും. റേഷ്യോയിൽ നമ്മൾ ഏജസിൻ്റെയും അല്ലെങ്കിൽ റേഷ്യോയുടെ മിക്സ്ചറിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് അതിവിടെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്.
അതായത് 480. ആദ്യം ഞാനൊരു പ്രോഡക്റ്റ് വിട്ടു 480 രൂപയ്ക്ക്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. എൻ്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അപ്പം സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ എനിക്ക് ലാഭം കിട്ടും. ആ സമയത്തെ ലാഭം ബൈ രണ്ടാമത്തെ കേസിൽ എനിക്ക് നഷ്ടമല്ലേ കിട്ടിയേ. അപ്പം നഷ്ടം കിട്ടാൻ നേരം വലുതേതാ? കോസ്റ്റ് പ്രൈസ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ? കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പം കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും എൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് മുടങ്ങിയ പൈസ ആയിരിക്കും എപ്പോഴും വലുത്. ഒരു സെയിം സാധനം തന്നെ രണ്ട് രീതി വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് രണ്ടാമത്തെ കേസിൽ മാറത്തില്ലല്ലോ, സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിലെ പ്രോഫിറ്റ് ബൈ രണ്ടാമത്തെ കേസിൽ കിട്ടിയ ലോസ്, അതിൻ്റെ റേഷ്യോ എത്ര എന്നാണ് പറയുന്നത്? 1/3 എന്നല്ലേ. ആദ്യം കിട്ടിയത് 3 ആണെങ്കിൽ അതിൻ്റെ 1/3, അതായത് 3ൻ്റെ 1/3 എത്ര? 1. അതായിരിക്കും എന്ത് എനിക്ക് രണ്ടാമത് കിട്ടിയ ലോസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതിന് എത്ര യൂണിറ്റ് കിട്ടും? 4 യൂണിറ്റ് കിട്ടും. ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനെ കറസ്പോണ്ട് ചെയ്യും? ഇതേ പ്ലസ് ഇതേ, അതായത് 480 മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് 400. അതിൽ നിന്ന് എക്സും കട്ടായി പോവും. 480 മൈനസ് 400 80 റുപ്പീസ് എന്ന് വരും. 4 എങ്ങനെ 80 ഗുണം 20 കൊണ്ട് ചെയ്യുമ്പോഴല്ലേ. അപ്പം അതായത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 റുപ്പീസ് ആയിരിക്കും ആൻസർ വരുന്നത്. 4 യൂണിറ്റ് 80 റുപ്പീസാണ്, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 റുപ്പീസ്. ഇനി നോക്കിയേ, ഈ ഒരു യൂണിറ്റിന് നേരെ കറസ്പോണ്ട് ചെയ്യുന്ന എന്താ? എക്സ് മൈനസ് 40 അല്ലേ, അതായത് 400 അല്ലേ. എക്സ് മൈനസ് 400 എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്ര വരും? 420 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്, കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ചെറിയ സ്റ്റെപ്പുകളിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കുറച്ച് കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അത് കുറച്ച് ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിൽ. അപ്പോൾ അതിൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഹോം ഓഫീസ്, ഇത് മിഡ്. സാധാരണ ഒരു ഫാദർ അവരുടെ പിള്ളേരെ വിളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിള്ളേരെ വിളിക്കാൻ ചെല്ലുന്ന ടൈം എന്ന് പറയുന്നത് 5 PM. 5 PM സ്കൂളിലെത്തും. ഓഫീസല്ല, സോറി, ഇത് സ്കൂള്. അപ്പോൾ സ്കൂളിൽ എത്ര മണിക്ക് ചെല്ലും? സ്കൂളിൽ 5 മണിക്ക് ചെല്ലും അല്ലേ. പക്ഷേ ഒരു ട്രെയിനിൽ പിള്ളേർ നേരത്തെ ഇറങ്ങി, 3 മണിക്കേ ഇറങ്ങി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിള്ളേരുടെ സ്പീഡ് തന്നിട്ടുണ്ട് 40 km/h. അത്രയും സ്പീഡിലൊന്നും പോകാൻ പറ്റിയെന്ന് വരത്തില്ല റിയലിസ്റ്റിക്കലി, പക്ഷേ മാത്തമാറ്റിക്കലി നമുക്കത് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ 3 മണിക്ക് ഇറങ്ങി അവർ നടന്നു. എന്തുവായാലും സാധാരണ ഫാദർ എപ്പോഴാണോ അവരെ വിളിക്കാൻ എത്തേണ്ടത് അതിനേക്കാൾ, അല്ലെങ്കിൽ അവർ വീട്ടിലെത്തുന്നത് 40 മിനിറ്റ് നേരത്തെ എത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. തിരിച്ചവർ ഹോമിലെത്തിയത് സാധാരണ എത്ര സമയം എടുക്കും അതിനേക്കാൾ 40 മിനിറ്റ് നേരത്തെ. അപ്പം നോക്കിക്കേ, ഈ എം എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടുന്ന് ഹോമിൽ നിന്ന് ഫാദർ ഇറങ്ങി, അയാൾ എം എന്ന് പറയുന്ന പോയിന്റിൽ പിള്ളേരെ കണ്ടുമുട്ടി. 3 PM ആയപ്പോൾ പിള്ളേർ ഇങ്ങോട്ട് ഇറങ്ങി നടന്നു. അപ്പം ഇവിടെ വെച്ച് ഫാദർ അവരെ കണ്ടു. അതായത് ഫാദറിന് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണ്ട, സേവ് ചെയ്തു. ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ഇവിടം വരെ സ്കൂൾ വരെയുള്ള ദൂരം ഫാദറിന് ട്രാവൽ ചെയ്യേണ്ട, അത് സേവ് ചെയ്യാനായിട്ട് പറ്റി. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാത്തത് കൊണ്ടല്ലേ 40 മിനിറ്റ് മുമ്പേ, 40 മിനിറ്റ് നേരത്തെ അവർക്ക് എത്താനായിട്ട് പറ്റിയത് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് സെയിം സ്പീഡിലായിരിക്കും. ഫാദറിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന കാറിൻ്റെ സ്പീഡ് മാറുന്നുണ്ടെന്നൊന്നും പറയുന്നില്ല, സെയിം കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഈ രണ്ട് ഡിസ്റ്റൻസും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുമ്പോഴും ഡിസ്റ്റൻസ് സെയിം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഡിസ്റ്റൻസ് ആണ്, സെയിം സ്പീഡാണ്. അപ്പോൾ ടോട്ടൽ എടുത്ത സമയമാണ്, സേവ് ചെയ്ത സമയം 40 മിനിറ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് 40 മിനിറ്റ് സേവ് ചെയ്യാൻ പറ്റും. അതായത് അങ്ങോട്ട് 20 മിനിറ്റും ട്രാവൽ ചെയ്യേണ്ടി വന്നില്ല, ഇങ്ങോട്ടും 20 മിനിറ്റ് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിൽ 40 മിനിറ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റി. അതായത് 5 മണിക്ക് എത്തുന്നതിന് മുമ്പ് 20 മിനിറ്റ് മുമ്പ് അയാൾ പിള്ളേരെ കണ്ടു. അതായത് 4:40 PM അയാൾ പിള്ളേരെ കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്പീഡല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ടൈമിൻ്റെ റേഷ്യോ, ഇത് ഫാദർ, ഇത് ചിൽഡ്രൻ.
അപ്പോൾ പിള്ളേർ എത്ര മണിക്കാണ് ഇറങ്ങിയേ? 3 മണിക്കാണ് ഇറങ്ങി. എത്ര മണിക്കാണ് കണ്ടുമുട്ടിയേ? 4:40. അതായത് 3 മണി മുതൽ 4:40 വരെ എത്ര സമയം? 1 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 100 മിനിറ്റ് അവരെടുത്തു അവരുടെ ഫാദറിനെ കണ്ടുമുട്ടാൻ. അതായത് ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ലേ? MS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് അല്ലേ? സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഇത് ബേസിക് ആയിട്ടുള്ള പിള്ളേർ കാണല്ലേ? അത്യാവശ്യം ബേസിക് ക്ലിയർ ആയ സ്റ്റുഡൻസ് മാത്രം കാണാം. അവർക്ക് അവരുടെ പ്രിപ്പറേഷൻ ഒരു നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിൻ്റെ മെത്തേഡ്സും ആയിരിക്കും. അപ്പോൾ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ഈ MS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ MS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്യാൻ പിള്ളേർ എത്ര മണിക്കൂർ എടുത്തു? 3 മണി മുതൽ 4:40 വരെ 100 മിനിറ്റ് എടുത്തു. 1 മണിക്കൂർ 40 മിനിറ്റ് എടുത്തു. ഈ സെയിം ഡിസ്റ്റൻസ് ഫാദർ സഞ്ചരിക്കേണ്ടി വന്നില്ല. സഞ്ചരിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അങ്ങോട്ട് എത്ര മിനിറ്റ് എടുത്തേനെ? 20 മിനിറ്റ് എടുത്തേനെ. അപ്പം ആ ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ ഫാദർ 20 മിനിറ്റ് എടുത്തേനെ. റേഷ്യോ എന്ത് വരും? 1:5. അപ്പം ടൈമിൻ്റെ റേഷ്യോ 1:5 ആണ്. സ്പീഡിൻ്റെ റേഷ്യോ എന്നാ വരും? 5:1. ഇനി പിള്ളേരുടെ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 40 km/h അല്ലേ? ഒരു യൂണിറ്റ് എങ്ങനെയാണ് 40 km/h ആയി? ഇൻറ്റു 40 ചെയ്യുമ്പോൾ അങ്ങനെയെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നതും ഗുണം 40 ചെയ്യുമ്പോൾ 200 km/h ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ A ആയിരിക്കും ആൻസർ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുവേ. അങ്ങനെയെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഡീവിയേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡീവിയേഷൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ടാവും, അതിൽ കയറി വാച്ച് ചെയ്യണേ. ഡീവിയേഷൻ ഏറ്റവും അണ്ടർറേറ്റഡ് ആയിട്ടുള്ളതും പെട്ടെന്ന് കിട്ടുന്നതായിട്ടുള്ള മെത്തേഡും മിക്ക ആൾക്കാരും ടോണീസ് മാജിക് അല്ലെങ്കിൽ സർക്കിൾ മെത്തേഡൊക്കെ ആയിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്. ഡീവിയേഷനും കൂടെ കുറച്ച് സമയം എടുത്തേ നമുക്കത് കത്തത്തുള്ളൂ. പക്ഷേ ഇഫ് അത് നല്ലൊരു പിടുത്തം ആ ഒരു മെത്തേഡിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൻ്റൽ കാൽക്കുലേഷനൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോക്കിയേ, 3 സൊല്യൂഷൻസ് ഉണ്ട്. 20%, 40% ആൻഡ് 70%. ഈ ഓരോ മിക്സ്ചറിലും ഇത്രയും ശതമാനം വെച്ച് ആൽക്കഹോൾ ഉണ്ടല്ലോ. ഇനി ഇത് ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്തത്? 3:2:x. അതായത് ഇത് 3 കപ്പ് എടുക്കുവാണെങ്കിൽ 20% ആൽക്കഹോൾ ഉള്ള സൊല്യൂഷൻ 3 കപ്പ് എടുക്കുവാണെങ്കിൽ 40% ആൽക്കഹോൾ ഉള്ള സൊല്യൂഷൻ 2 കപ്പും 70% ആൽക്കഹോൾ ഉള്ള സൊല്യൂഷൻ x കപ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ മിക്സ്ചറിൽ എത്ര? ആവറേജ് ആയിട്ട് നമുക്ക് ശരാശരി 50% ആൽക്കഹോൾ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ നെറ്റ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുക്കണം. നെറ്റ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 0. ഈ മെത്തേഡ് കിട്ടാത്തവർ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ ഡീവിയേഷൻ ബൈ ആവറേജ് ഉണ്ട്, അതെടുത്ത് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കി 50നേക്കാൾ 20 എത്ര കുറവാണ്? 30 കുറവാണ്. അപ്പോൾ -30 ഇൻറ്റു ഓരോ യൂണിറ്റും 30 വെച്ച് കുറവാണ്. അങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ട് ഇവിടെ? 3 യൂണിറ്റ് ഇൻറ്റു 3. അടുത്തത് 40 എത്ര കുറവാണ്? 10 കുറവാണ്. അങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ട്? ഇൻറ്റു 2. അടുത്തത് 70 എത്ര കൂടുതലാണ്? 50നേക്കാൾ 20 കൂടുതലാണ്. അങ്ങനെ x യൂണിറ്റ് ഉണ്ട് ഇൻറ്റു x. ഇത് ഈസ് ഈക്വൽ ടു 0. ചെയ്യാൻ നേരം എക്സിൻ്റെ വാല്യൂ 110/2 20, അപ്പം 11/2, അതായത് 11/2 ഓർ 5 ആൻസർ വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ A ആയിരിക്കും ആൻസർ. കണ്ടോ, ഡീവിയേഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഈ ഒരു 2 സ്റ്റെപ്പേ ഉള്ളൂ. ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. അത് കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഈ 2 മെത്തേഡിൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല ആൻസർ. ഡീവിയേഷൻ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. എൻ്റെ വീഡിയോ മറക്കാതെ കാണണം. കാരണം അത് പഠിച്ച് ഹാൻഡി ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെയും പറയുന്നെങ്കിൽ അത്രയ്ക്കും ആൾക്കാർ കുറച്ചേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ആവറേജ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. അത് പല ടോപ്പിക്കാണ്, ഇത് മിക്സ്ചറിൻ്റെ ടോപ്പിക്ക്, അതിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാമേ. ആദ്യം നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ബേസിക് സർക്കിൾ സെഷൻ കാണും. അതായത് എന്താണോ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ആ സെയിം സാധനം സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ടൊരു വർക്കൗട്ട് മെറ്റീരിയൽ തരും.
അപ്പോൾ നിങ്ങളെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും. നിങ്ങളുടെ കമ്പൈൻ സ്റ്റഡി പാർട്ട്നേഴ്സ് ആയിരിക്കും അവർ. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും, പഠിത്തം മടുക്കാതെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഒപ്പം ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നിങ്ങളെ ഫർദർ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങളെപ്പോഴുള്ള മെൻറ്റേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണും. അതിന് ശേഷം വരുന്നത് എക്സ്ട്രീം സർക്കിളാണ്. മെയിൻസ് ലെവൽ പ്രോഗ്രാം ആയിരിക്കും, കുറച്ചുകൂടെ ഡ്യൂറേഷൻ കൂടിയ പ്രോഗ്രാം ആയിരിക്കും. ബേസിക് സർക്കിളിന് ശേഷം ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ട് ഒരു 2 മാസത്തിന് ശേഷം തുടങ്ങുന്ന ബാച്ച് ആയിരിക്കും. അപ്പം കട്ട് ഓഫ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടെ ബേസിക് സെറ്റ് ആവണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഈ വരുന്ന എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ചിലും. അപ്പം ബേസിക് സെറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രീം സർക്കിളിൽ കയറുക. 4 hour ഡ്യൂറേഷനിലുള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. സെയിം സർക്കിൾസ് തന്നെയായിട്ടായിരിക്കും ഇരുത്തുന്നത് നിങ്ങളെ. ഒപ്പം നിങ്ങളെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ ആയിട്ട് മെൻ്റൽ സപ്പോർട്ടും കാണും. അതിന് ശേഷം വരുന്ന സൂപ്പർ ബാച്ചാണ്. അപ്പം എല്ലാ എക്സാമിനും മുന്നോടി ഒരു 2 months മുമ്പെങ്കിലും തുടങ്ങുന്ന ബാച്ചായിരിക്കും ഫോക്കസ് ബാച്ച്. അതായത് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ബാച്ച് അല്ല സൂപ്പർ ബാച്ച് ആയിരിക്കും. സോ ദാറ്റ് ഇത്രയും സെഷൻ കഴിഞ്ഞ പിള്ളേർക്ക് ആ ഒരു 2 മാസം കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് അപ്കമിങ് എക്സാം ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സർക്കിൾസ് ആക്കി ആയിരിക്കും നിങ്ങളെ ഇരുത്തുന്നത്. വർക്കൗട്ട് മെറ്റീരിയലിൻ്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും ഫർദർ ഗൈഡൻസിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന OBCയുടെ ക്രീം ക്ലിയർ എന്തൊക്കെയെന്നൊക്കെ ഡൗട്ട് വേണം ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തീർത്തു തരാനായിട്ടും പിന്നെ ഫർദർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഡൗട്ടൊക്കെ തീർത്തു തരാനായിട്ടും മെൻ്റർ സപ്പോർട്ട് കാണുമേ. അതിന് ശേഷം വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. റിപ്പ് എന്ന് പറയും. വർക്കൗട്ട് സെഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ചെയ്ത് തഴമ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ അടുത്ത എക്സാം വരാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലവർ ഇരുന്ന് ലാഗായിട്ട് പോകും. അത് വരാതിരിക്കാൻ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പറേഷൻ പോകണമെങ്കിലും നിങ്ങൾക്ക് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഈ ഒരു 6 level പ്രാക്ടീസ് മെത്തേഡിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ റൗണ്ടാണ്. മോക്ക് ഇൻ്റർവ്യൂ ആണ്. അതായത് എല്ലാ PO എക്സാംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ കയറി കൂടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ എന്ത് പെർഫോം ചെയ്യണം, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, ഏത് രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് ഏതാണ്, ഇവിടെ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഓഫ്ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മറിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരോ വർക്കിംഗ് പ്രൊഫഷണൽസോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 2 കേസിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സും കാണും. ഒപ്പം ഫാക്കൽറ്റിയുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസും കാണും. ഓക്കെ, എങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഇൻസ്റ്റാൾമെൻറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റിലെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4500 രൂപ ഒരാൾ വാങ്ങിച്ചു. ഒരു കണ്ടീഷൻ ഉണ്ട്, 10 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ മാസവും 500 വെച്ച് 10 ഇൻസ്റ്റാൾമെൻറ്റിൽ അയാളെ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പം മൊത്തത്തിൽ ആൾക്ക് എത്ര രൂപ അടയ്ക്കേണ്ടി വന്നു? 500 × 10 എത്ര? 5000 രൂപ അയാൾ അടയ്ക്കേണ്ടി വന്നു. അയാൾ എത്ര വാങ്ങിച്ചുണ്ടായിരുന്നുള്ളൂ? 4500 വാങ്ങിച്ചുണ്ടായിരുന്നുള്ളൂ. അതായത് 500 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. ആ എക്സ്ട്രാ കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് അതിൻ്റെ പേരെന്താ നമ്മൾ പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയായിരിക്കും. അപ്പം ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എത്ര വരും? 500 രൂപ വന്നു. ഓക്കെ, ഇനിയും നമ്മൾ 10 മാസവും അതായത് ആദ്യം 4500 വാങ്ങിച്ചു, 4500 വാങ്ങിച്ചു, പിന്നെ 500 കൊടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ 500 കൊടുത്തു. ഇനി 4000 കൊടുത്താൽ മതി. പിന്നെ 500 കൊടുത്തു. ഇനി ഒരു 3500 കൊടുത്താൽ മതി. ഇങ്ങനെ പോകെ ലാസ്റ്റ് 0 എമൗണ്ട് അടയ്ക്കുന്നവരെ നമ്മളിങ്ങനെ 500 അടച്ചുകൊണ്ടിരിക്കത്തില്ലേ? അപ്പം പ്രിൻസിപ്പിൾ കോൺസ്റ്റൻ്റ് അല്ല. ഈ 4500 അല്ല 10 മാസവും കിടക്കുന്നത്. ആദ്യത്തെ മാസം മാത്രമേ 4500 കിടക്കൂ, പിന്നെ 4000 കിടക്കുന്നത്, പിന്നെ 3500 രൂപയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന പൈസയ്ക്കല്ലേ പലിശ നിരക്ക് പിടിക്കത്തല്ല, പലിശ പിടിക്കത്തുള്ളൂ. റേറ്റ് പെർസെൻറ്റേജ് 6% ആണെങ്കിൽ ഇപ്പം ക്യാപിറ്റൽ 6% ആണെങ്കിൽ ഈ പലിശ പിടിക്കുന്ന പൈസ ഏതാണോ അതാണ് ആക്ച്വലി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഓരോ തവണയും പ്രിൻസിപ്പിൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എടുക്കും. അതായത് ഈ ഓരോ മാസവും കിടക്കുന്ന പ്രിൻസിപ്പിളിൻ്റെ ആവറേജ് അല്ലെ ശരാശരി എടുക്കും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ 4000 ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആദ്യത്തെ പ്രാവശ്യം 4500 ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ പൈസ ഒന്നും അടയ്ക്കണ്ടല്ലോ, 500 അടച്ചടച്ച് തീർന്നു. അപ്പം 0/2 ഇതിൻ്റെ ശരാശരി എടുക്കുമ്പോൾ എത്ര വരും? 2250 രൂപ. അതായത് ഇപ്പോൾ ഓരോ മാസവും ഏകദേശം നോക്കുവാണെങ്കിൽ 10 മാസത്തിൽ ഓരോ മാസം 2250 രൂപ വെച്ച് അടയ്ക്കും എന്നുള്ളൊരു വകുപ്പിൽ നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും, അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അതല്ല ആവറേജിൻ്റെ അർത്ഥം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 2250 രൂപയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ സിമ്പിൾ ഇൻട്രസ്റ്റ് PTR/100 എന്നുള്ള ഫോർമുലയിൽ ഇട്ട് കൊടുത്തേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ എത്ര? 500. പ്രിൻസിപ്പൾ എത്ര? P ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര? അതായത് 10 മാസവും ഏകദേശം 2250 രൂപ വരും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ 2250 ഇൻറ്റു 10 മാസം. 10 മാസം എന്ന് പറഞ്ഞാൽ 10/12 ചെയ്യണം, വർഷക്കണക്കിലാണ് നമ്മൾ പറയുന്നത്. ഇൻറ്റു 100 ഇൻറ്റു റേറ്റ് എത്ര അറിയത്തില്ല. ഇതും പോയി, ഇതും പോയി.
അപ്പം 15 25 നോട്ടാ നേരം 20 നേരം 9 3 4. അപ്പോൾ 6 എത്ര വരും? 80/3 അല്ലെങ്കിൽ 26/2/3. 26/2/3% ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? പലർക്കും പാടുള്ളൊരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. അപ്പോൾ അതിൽ പല മെത്തേഡുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ നമുക്ക് പല മെത്തേഡ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ഇതും കൂടെ തൽക്കാലം നോക്കി വെച്ചോ. അതിൽ ഇത് വേറെ 2 രീതിയിലും കൂടെ ചെയ്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പാർട്ടായിരിക്കും. എവിടെ എടുത്ത് നോക്കിയാൽ അതിന് ദഹിക്കുന്ന രീതിയിൽ മൊത്തത്തിലൊരു ഉത്തരം കിട്ടത്തില്ല. ആൻസർ കിട്ടും, പക്ഷേ അതിൻ്റെ ആ ഒരു കണക്ട് ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, അത് മിക്കപ്പുറക്കും പാടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ നോക്കി കാണുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമുക്ക് കിട്ടും. എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇത് ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇതിനകത്ത് മെയിൻലി പറഞ്ഞത് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ, ടൈം സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് ക്ലിയർ ആവേണ്ട ക്വസ്റ്റ്യനാണ്. പിന്നെ ഡീവിയേഷൻ എന്ന് പറയുന്നത് കുറച്ച് ട്രിക്ക് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. അപ്പം കൺസെപ്റ്റും ട്രിക്കും ഒരുപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പ്രിപ്പറേഷനിൽ കൊണ്ടുപോയില്ലെങ്കിൽ 2 കൂട്ടർക്ക് കുഴപ്പം വരും. ട്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല. ട്രിക്ക് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾ സ്പീഡ് ചെയ്ത് കഴിയും, പിന്നെ സമയം കാണും. അപ്പോൾ ട്രിക്ക് പറ്റാത്ത ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ സമയമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനുള്ള കൺസെപ്റ്റ് ഇല്ല. അത് ഏറ്റവും വലിയ റിഗ്രറ്റിനുള്ള കാരണമാകും. കാരണം സാധാ രീതിയിൽ പഠിച്ചാൽ വലിയ പാടില്ലാത്ത ക്വസ്റ്റ്യനാണ്, പക്ഷേ നമ്മൾ കൺസെപ്റ്റ് അങ്ങോട്ട് കറക്റ്റ് ഒക്കത്തില്ലെങ്കിൽ നമ്മൾ ആ വെറുതെ സമയം അത്ര നമ്മൾ ഇരുന്ന് പോകും. അപ്പോൾ കൺസെപ്റ്റും ഷോർട്ട് കട്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ അത് രണ്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇപ്പം ആ ഡീവിയേഷനിൽ എത്രമാത്രം ഹോൾഡ് ഉണ്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇൻ കേസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതും നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ഷെഡ്യൂളിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. റിവിഷൻ ചെയ്തോണേ ക്വസ്റ്റ്യനൊക്കെ. നോക്കിക്കേ, 40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവരുടെ ആവറേജ് 18. ഇതിലോട്ട് 20 സ്റ്റുഡൻസ് വന്നു. ഓക്കെ, 20 സ്റ്റുഡൻസ് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് 6 മാസം ആവറേജ് കൂടി. 6 മാസം എന്ന് പറഞ്ഞാൽ എത്ര ഇയേഴ്സാണ്? 1/2 ഇയേഴ്സ് അല്ലേ? അപ്പോൾ ഡീവിയേഷന് ചെയ്യാൻ നേരം 20 പേരും കൂടെ വന്നപ്പോൾ ഇപ്പം എത്ര പേരുണ്ട്? 60 പേരുണ്ട്. അതായത് 60 പേർക്കും ആവറേജ് അരവർഷം കൂടി എന്ന് പറഞ്ഞാൽ 6 മാസം കൂടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഓരോരുത്തർക്കും 6 മാസം വെച്ച് കൂടി. അതായത് 40ഉം 20ഉം ഇപ്പം 60 പേരുണ്ട്. 60 പേർക്കും കൂടെ ആയിട്ട് ടോട്ടൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 60 × 1/2 30 ഇയേഴ്സ് കൂടി. അതായത് 20 പേര് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ ടോട്ടൽ ഡീവിയേഷൻ 30 ഇയേഴ്സാണ്. അതായത് 20 സ്റ്റുഡൻസ് വന്നപ്പോഴാണ് എന്ത് 30 ഇയേഴ്സ് കൂടിയത്. അങ്ങനെയെങ്കിൽ ഒരാൾ ഈ 20-ലെ ഒരാൾ വന്നിരുന്നെങ്കിൽ എത്ര കൂടിയേനെ? 30/20 ഏകദേശം 3/2 അല്ലെങ്കിൽ 1.5 ഇയേഴ്സ് കൂടിയേനെ. അതായത് ഒരാൾക്ക് എത്ര കൂടിയേനെ എന്നുള്ളതല്ല ആവറേജ് എത്ര കൂടിയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 18-നേക്കാൾ ഏത് ഗ്രൂപ്പിലോട്ടാണ് ഇവർ വന്നത്? 18-നേക്കാൾ 1.5 വർഷം കൂടുതലായിരിക്കും ഇപ്പോൾ വന്ന ഓരോ സ്റ്റുഡൻസിൻ്റെയും ആവറേജ് എന്ന് പറയുന്നത്. അതായത് 19 ഇയേഴ്സ് ആൻഡ് 6 മന്ത്സ് ആയിരിക്കും എന്ത് ആൻസറായിട്ട് വരുന്നത്. അല്ലെങ്കിൽ 19.5 ഓപ്ഷൻ ബി ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഫസ്റ്റായിട്ട് കാണുന്നവർ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേണേൽ നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചോ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് പറ്റില്ല. കാരണം അത്യാവശ്യം ബേസിക് ക്ലിയർ ആയത് അല്ലെങ്കിൽ ഡീവിയേഷൻ എന്താണെന്നുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇത് അപ്രോച്ച് ചെയ്യാനായിട്ട് നിൽക്കാവുള്ളൂ. കാരണം നിങ്ങൾക്ക് എക്സാമിൽ ടഫ് ഷിഫ്റ്റ് വരികയാണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു കറേജ് നിങ്ങൾക്ക് കൂടി കിട്ടും, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും മെത്തേഡ്സും പഠിച്ചു വെക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ നമ്മൾ ബാക്ക് ടു ബേസിക്സ് എന്നുള്ള സീരീസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ശനിയാഴ്ചയും ഇതുപോലെ ലിമിറ്റ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്രോച്ച് ചെയ്യും. അതെല്ലാവരും നിങ്ങളുടെ സെൽഫ് ഷെഡ്യൂളിൽ ആഡ് ചെയ്ത് വെച്ചോണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ടും കാണാം. അതുവരേക്കും ബൈ.